ഇന്ന് നടന്ന IPL മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരു മികച്ച ടോട്ടൽ തന്നെ കുറിച്ചിട്ടുണ്ട്. 220 റൺസാണ് അവർ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അടിച്ചെടുത്തത്. ടോസ് കിട്ടിയിട്ട് മുംബൈ ഇന്ത്യൻസിനായി ഹാർദിക് പാണ്ഡ്യ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അതിഗംഭീരമായി തുടങ്ങി കൊൽക്കത്തയുടെ ഓപ്പണർ ക്യാപ്റ്റൻ രഹാനെയും ന്യൂസിലാൻഡ് ഫയർ പവർ ബാറ്റർ ഫിന്നലനും. 17 പന്തിൽ 37 റൺസ്, രഹാനെ ആവട്ടെ 40 പന്തിൽ 67. ഫിന്നലൻ പോകുമ്പോൾ 6 ഓവറിൽ 75 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിന്നലൻ 17 പന്തിൽ 37, രഹാനെ 40 പന്തിൽ 67. 3 4ഉം 5 6 രഹാനെ അടിച്ചപ്പോൾ ഫിന്നലൻ 6 ബൗണ്ടറികളും 2 സിക്സറുകളും അടിച്ചു. പിന്നെ കാമറോൺ ഗ്രീൻ വണ്ടറുള്ളൂ എന്ന് അദ്ദേഹത്തിന് ഒരു പ്രൈസ് ടാഗ് പ്രഷറായെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അദ്ദേഹം 10 പന്തിൽ നിന്ന് 18 റൺസ്, ഒരു 4ഉം 1 സിക്സറുകളും അദ്ദേഹം അടിച്ചു. അൻഗ്രീഷ് രഘുവൻഷാട്ട് 29 പന്തിൽ നിന്ന് 51 തന്റെ ടാലന്റ് എവിടെയും പോയിട്ടില്ലെന്ന് തെളിയിച്ചു. 6 ബൗണ്ടറികളും 2 സിക്സറുകളും. റിങ്കു സിംഗ് 21 പന്തിൽ നിന്ന് 33 റൺസ്, 4 ബൗണ്ടറി അദ്ദേഹം അടിച്ചു. പിന്നെ രമൺദീപ് സിംഗ് 4 പന്തിൽ നിന്ന് 4 റൺസ്. അങ്ങനെ ഗംഭീര ടോട്ടൽ 220 റൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാങ്കഡെ സ്റ്റേഡിയത്തിൽ റൺ ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട എന്ന്. മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിങ്ങോ, ബോൾട്ട് 4 ഓവറിൽ 38, ഹാർദിക് പാണ്ഡ്യ നായകൻ 3 ഓവറിൽ 39, അള്ളാഹ് ഗസൻഫർ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ ടാലന്റ് ഡെബ്യൂ ചെയ്തു, പക്ഷെ 4 ഓവറിൽ 51 റൺസ് വാങ്ങി. ജസ്പ്രീത് ബുംറയ്ക്ക് 4 ഓവറിൽ 35, അവരുടെ ഏറെ വിശ്വസ്തനായ ബോളറായിരുന്നു. ഇന്ന് 4 ഓവറിൽ 35 കിട്ടി. അദ്ദേഹത്തിന് മാത്രമാണ് ഒരു അല്പമെങ്കിലും എക്കണോമിയെ പിടിക്കാൻ പറ്റിയത്. ഷാർദുൽ താക്കൂർ 4 ഓവറിൽ 39, മായങ്ക് മാർക്കണ്ട് 1 ഓവറിൽ 16 റൺസ്. ഇനി മറുപടി ബാറ്റിംഗിൽ നിന്ന് മുംബൈ ഇത് സുഖകരമായി ചേസ് ചെയ്യില്ല എന്ന് കണ്ടറിയാം. ഡ്യൂ വന്നാൽ അത് മുംബൈക്ക് വളരെ വേഗത്തിൽ റൺ ചേസ് ചെയ്യാൻ പറ്റും. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗിൽ വീണ്ടും കാണാം.